വിനീത, ഇപ്പോൾ നേതാക്കളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുന്നതിനുള്ള തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് വരുന്നു. വി ഡി സതീശൻ ശക്തമായ എതിർപ്പുമായി KC വേണുഗോപാലിന്റെ പേര് ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചപ്പോൾ അതിൽ ശക്തമായ എതിർപ്പുമായി വി ഡി സതീശൻ ഇപ്പോഴും നിലയുറപ്പിക്കുകയാണ്. വിനീത, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ നേതാക്കളെ ഇപ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ എല്ലാവരെയും ഒന്നിച്ചിരുത്തി കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിനുശേഷം ഓരോ നേതാക്കൾക്കും അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നേതാക്കൾ വളരെ വ്യക്തമായി തന്നെ കേൾക്കുകയാണ്. ഇതിനിടയിലാണ് വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ അതൃപ്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ കൃത്യമായിട്ടുള്ള ഒരു ഹോംവർക്ക്, അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ഹാർഡ് വർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കഠിനാധ്വാനം അടക്കമുള്ള കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു മിന്നും വിജയത്തിലേക്ക് അടക്കം പാർട്ടിയെ എത്തിച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനെ ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമവും സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധി അടക്കം ഇപ്പോഴും മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ തന്നെയാണ് തുടരുന്നതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മൾ ഒരുപക്ഷെ ഇത്തരത്തിലേക്ക് നേതാക്കളുമായി ബന്ധപ്പെട്ട ഒരു സമവായത്തിലേക്ക് അടക്കം എത്തിക്കൊണ്ട് വളരെ പെട്ടെന്ന് യോഗം അവസാനിപ്പിച്ചൊരു മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിലേക്കടക്കം ആ കാര്യങ്ങൾ എത്തുക എന്നുള്ളത് തന്നെയാണ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാകുന്നത്. ഒരുപക്ഷെ അത്തരത്തിലേക്കൊരു നീക്കത്തിലേക്കൊക്കെ പോവുകയാണ് എങ്കിൽ ഒരുപക്ഷെ അത് ഒരു സോണിയാഗാന്ധിയുടെ അടക്കമുള്ള ഒരു അഭിപ്രായം കൂടി ആരാഞ്ഞതിനു ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്കൊക്കെ തന്നെ പോവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണെങ്കിലും നേതാക്കളെ ആദ്യം എല്ലാവരെയും ഒന്നിച്ചിരുത്തിക്കൊണ്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ കേട്ടു. അതിനുശേഷം അവരെ ഇപ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കേൾക്കുകയാണ് നേതൃത്വം. ഒരുപക്ഷെ സ്വാഭാവികമായും രമേശ് ചെന്നിത്തലയും KCയെ പിന്തുണയ്ക്കുന്ന ഹൈക്കമാൻഡ് നിലപാടിനെ വിമർശനം ഉന്നയിച്ചിരിക്കണമെന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുക. കാരണം തുടക്കം മുതൽ തന്നെ അദ്ദേഹം ആവശ്യപ്പെടുന്നത് സീനിയോറിറ്റി അത് പരിഗണിക്കണമെന്നൊരു കാര്യം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഇതൊരു കൂട്ടായ വിജയമാണെന്ന തരത്തിലാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. ഒരുപക്ഷെ വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ ക്ലെയിം ആ യോഗത്തിൽ മുന്നോട്ട് വെക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് നിലയിൽ നേതൃത്വം ഏൽപ്പിച്ച ചുമതല അത് അതിഭംഗിയായി നിറവേറ്റി, തന്നെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റി. മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ല എന്ന നിലപാട് മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ല എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഇപ്പോൾ വി ഡി സതീശൻ അറിയിച്ചിരിക്കുകയാണ്. ആ നിലപാടിൽ തട്ടി, വി ഡി സതീശന്റെ നിലപാടിൽ തട്ടി ചർച്ച വഴിമുട്ടുമോ അതോ ഹൈക്കമാൻഡ് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്നതൊക്കെയാണ് ഇനി വരും മിനിറ്റുകളിൽ കാണേണ്ടത്. ഏതായാലും ചർച്ച അവിടെ തുടരുകയാണ്. അതിനിടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ വീണ്ടും വി ഡി സതീശന് വേണ്ടി പ്രകടനം നടക്കുന്നുണ്ട്. പാനൂരിൽ, കണ്ണൂരിലെ പാനൂരിൽ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ അവിടെ പ്രകടനം നടത്തുന്നുണ്ട്. ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ പ്രകടനം നടത്തുന്നുണ്ട്. കോഴിക്കോട്ടെ ഉള്ളിയേരിയിൽ വി ഡി സതീശന് വേണ്ടി പ്രകടനം നടത്തുന്നുണ്ട്. ഇങ്ങനെ ഹൈക്കമാൻഡിൻ്റെയും KPCCയുടെയും നിർദ്ദേശങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് പ്രവർത്തകരും പ്രാദേശിക നേതാക്കളുമൊക്കെ വി ഡി സതീശന് വേണ്ടി തെരുവിലിറങ്ങിയിരിക്കുന്നു. ഹൈക്കമാൻഡ് KC വേണുഗോപാലിനെ കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നേതാക്കളുടെ മുന്നിൽ ആ നിർദ്ദേശം അവതരിപ്പിച്ചിരിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും തീരുമാനം അധികം വൈകാതെ അല്പസമയത്തിന് വരും എന്ന് പറയുന്ന ചില സോഴ്സുകൾ കൂടിയുണ്ട്. നമുക്കറിയില്ല തീരുമാനം എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യം. പക്ഷേ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവ് തീരുമാനത്തിന്റെ ഒരു ഒറ്റക്കെട്ട തീരുമാനത്തിന്റെ സൂചനകൾ, വെള്ളപ്പുക കാണാനില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.